ഇത് പൊന്മുടിക്കടുത്തുള്ള ഗോൾഡൻ വാലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്നും നമ്മളൊരു ട്രെക്കിംഗ് പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ട്രെക്കിംഗ് സ്പോട്ടാണ് വരയാട് മുട്ട. ഒരു ചെറിയ ബ്രീഫിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഈ സ്പോട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ഇന്നത്തെ ട്രെക്കിംഗ് തുടങ്ങുന്നത്. ഇവിടെ നിന്നും ഏതാണ്ട് 7 കിലോമീറ്ററാണ് വരയാട് മുട്ടയിലേക്കുള്ളത്. അഗസ്ത്യാർകൂടം പോലെ ലെങ്തി അല്ലെങ്കിലും മോഡറേറ്റ് ടു ടഫ് റേറ്റിംഗ് ഉള്ള ഒരു ട്രെക്കാണിത്. ഇതിൻ്റെ 80% ഡിസ്റ്റൻസും ക്ലൈംബാണ്, അതും അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ള ക്ലൈംബ്. തുടക്കം തന്നെ അത്യാവശ്യം നല്ല കാട്ടിനുള്ളിലൂടെയായിരുന്നു. ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ ഓരോ ലെവലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെക്കാണിത്. ഓരോ ഒബ്സ്റ്റക്കിൾസും ഓരോ ലെവലും ക്ലിയർ ചെയ്ത് നെക്സ്റ്റ് ലെവലിൽ പോകുന്ന പോലെയാണ് ഈ ട്രെക്ക്. അതുകൊണ്ട് തന്നെ ഈ ട്രെക്കിനെ ഞാൻ ഓരോ ലെവലുമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഈ കാണുന്ന ട്രെഞ്ച് വരെയുള്ള ഏരിയയാണ് ഫസ്റ്റ് ലെവൽ. ഫോറസ്റ്റ് ഏരിയയും ഡൊമസ്റ്റിക് ഏരിയയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ട്രെഞ്ചാണിത്. വന്യമൃഗങ്ങൾ ആൾതാമസമുള്ള ഇടത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷനാണിത്. ഈ ട്രെഞ്ച് കഴിഞ്ഞാൽ ലെവൽ 2 ക്ലൈംബ് തുടങ്ങും. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കയറാൻ കഴിയുമെങ്കിലും നമ്മളെ നന്നായിട്ട് ക്ഷീണിപ്പിക്കുന്ന കയറ്റമാണ് ഇത്. തിരുവനന്തപുരത്തു നിന്നും ഏതാണ്ട് 45 കിലോമീറ്റർ മാറി പൊന്മുടിക്കടുത്തുള്ള ഒരു സ്ഥലമാണ് വരയാട് മുട്ട. വരയാട് അല്ലെങ്കിൽ നീലഗിരി ഥാർ എന്നറിയപ്പെടുന്ന ആടിൻ്റെ പ്രസൻസ് ധാരാളം ഉള്ളതുകൊണ്ടാവണം ഈ പേര് വന്നത്. നാൽപ്പത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു നമ്മുടേത്. വളരെ എക്സൈറ്റിങ്ങും എൻജോയബിളുമായ ഇങ്ങനെ ഒരു ട്രെക്കിംഗ് സാധിച്ചു തന്നത് ജേണി ക്രാഫ്റ്റ് ആണ്. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാനിവിടെ കൊടുക്കാം. അങ്ങനെ വളരെ ചലഞ്ചിങ് ആയ ആ സെക്കൻഡ് ലെവൽ ക്ലൈംബ് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള ഒരു സ്പോട്ടാണ് ഇത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ലെവൽ 3 ട്രെക്ക് തുടങ്ങി. കൂടെ വന്ന ഫോറസ്റ്റ് ഓഫീഷ്യൽസ് പറഞ്ഞത് ഇനിയുള്ള കുറച്ച് നേരം ഫ്ലാറ്റായിട്ടുള്ള ഏരിയയാണെന്നാണ്. പക്ഷേ ആ ലെവൽ 3 ഒരു 1.5 ലെവലാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. കുറച്ച് ഓപ്പൺ ഏരിയ കഴിഞ്ഞിട്ട് നമ്മളൊരു കാട്ടിനകത്തേക്ക് കടക്കുകയായിരുന്നു. അധികം സൂര്യപ്രകാശമൊന്നും ഏൽക്കാത്ത ഒരു സ്ഥലം. കുറച്ച് നടന്നപ്പോഴാണ് മനസ്സിലായത് നമ്മളെ കാത്തിരിക്കുന്ന ഒരു കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു എന്ന്. ദേ ഇവർ തന്നെ, ലീച്ച്, അതായത് കുളയട്ട. പിന്നെ ആ ലെവൽ പാസ്സാവാൻ അധികം ടൈം എടുത്തില്ല. അടുത്ത ലെവൽ തുടങ്ങുന്ന സ്ഥലം വരെ വളരെ പെട്ടെന്നായിരുന്നു എത്തിയത്. കുറച്ച് പേർക്ക് രക്തസാക്ഷികളാവേണ്ടിയും വന്നു. ഈ കാണുന്ന മലയാണ് നമ്മുടെ ലെവൽ 4, ഏറ്റവും ലെങ്തിയും സ്റ്റീപ്പുമായിട്ടുള്ള ലെവൽ. 60 മുതൽ 80 ഡിഗ്രി വരെ സ്റ്റീപ്പായിട്ടുള്ള ക്ലൈംബ് വരെ ഇവിടെയുണ്ട്. ഈ ട്രെക്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സഫീഷ്യൻ്റായിട്ട് വെള്ളം കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇവിടെ ആകെ ഒരു റീഫിൽ പോയിൻ്റേ ഉള്ളൂ, അതും ആ അട്ടയുള്ള കാട്ടിനകത്താണ്. വേനൽ സമയത്ത് അധികം ഒഴുക്കില്ലാത്ത ഒരു അരുവിയാണിത്. അതുകൊണ്ട് എത്രമാത്രം ഹൈജീനിക് ആയിട്ടുള്ള വെള്ളമാണെന്ന് അറിയാൻ കഴിയില്ല. പ്ലസൻ്റ് ആയിട്ടുള്ള വെതറാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ലിറ്ററെങ്കിലും കയ്യിൽ കരുതുക. ഈ ലെവലിൽ നമ്മൾ കയറും തോറും
ക്ഷീണം കൂടുമെങ്കിലും ആ പ്രകൃതി ഭംഗി ആ ക്ഷീണമൊക്കെ മാറ്റുന്നതാണ്. അഞ്ചാമത്തെയും അവസാനത്തെയുമായ ക്ലൈംബാണ് സൂപ്പർ എക്സൈറ്റിംഗ്. വളരെ ചെറിയ ഒരു വഴിയും റോക്ക് ക്ലൈംബിങ്ങിൻ്റെ ഫീലും തരുന്ന ഒരു ക്ലൈംബാണിത്. നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് കയറാനുള്ള ഒരു ക്ലൈംബാണ്. ആ ക്ലൈംബ് കഴിഞ്ഞ് മുകളിൽ ചെല്ലുമ്പോഴുള്ള കാഴ്ച, ഇനിയും ഒരു മല കൂടെ കയറാനുള്ള എനർജി കിട്ടുന്ന രീതിയിലാണ് അവിടുത്തെ വ്യൂ. അഗസ്ത്യാർകൂടം, പൊന്മുടി എന്നിങ്ങനെയുള്ള പല മലകളും ഇവിടെ നിന്നും കാണാൻ കഴിയും. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നപ്പോഴാണ് കാലിൽ എന്തോ ഒരു സാധനമുള്ളവർ, ആരും കാണാതെ പൂച്ച പാലോടിക്കും പോലെ ഒരാൾ. കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ പുള്ളി തനിയെ തന്നെ എന്നെ ഫ്രീ ആക്കി തന്നു. വേറെയും കുറച്ച് ഫ്രണ്ട്സിനെ അവിടെ നിന്ന് കിട്ടി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ പ്രകൃതി ഭംഗിയുടെ മാറ്റ് ഒന്നുകൂടെ കൂട്ടാനായിട്ട് കോടമഞ്ഞ് വന്ന് മൂടി. ഇത്രയും നല്ലൊരു ട്രിപ്പ് എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജേണി ക്രാഫ്റ്റിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ ഈ അട്ടകടിയൊക്കെ പേടിയുള്ള ഒരാളാണെങ്കിൽ ലീച്ച് സോക്സ് പോലുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു ട്രാവൽ വീഡിയോ അല്ലെങ്കിൽ ഒരു ട്രെക്കിംഗ് വീഡിയോയുമായി അടുത്ത കാണുന്നതുവരെ ബൈ ബൈ.